ഇത്രയും മാരകമായിട്ട് വെട്ടുകയും കുത്തുകയും ചെയ്തിട്ട് ശ്വാസം വിട്ട് ചൊല്ലിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥ മരണപ്പെട്ടതിന് ശ്വാസം വിട്ടാണ്. കാരണം എന്നറിയാം, മൂക്കുകളെല്ലാം രണ്ട് ഇത് നോസൽസ് എന്നറിയാം വളരെ വലുതായിട്ടുണ്ട് മൂക്ക്. അത് കഴിഞ്ഞിട്ട് ഈ ചുണ്ടുകളെല്ലാം ഇങ്ങനെയാണ് ഇരുന്നത്. സാധാരണ ഒരു നോർമലായിട്ടുള്ള എന്തറിയാം ഒരാണെന്നുണ്ടെങ്കിൽ ഇത് ശ്വാസം മുട്ടിച്ചപ്പോഴത്തേക്ക് മൊത്തം ഇതായതാണ്. അത് വളരെ സൈലന്റ് കില്ലറാണ്. കാരണം ഇത്രയും ഈ മൃഗീയമായിട്ട് ഇവിടെ കൊല്ലാൻ വേണ്ടി ഈ കത്തി വാങ്ങി വെച്ചിട്ട് പോലും ഈ കൊല്ലുന്നതിന് ഒരു ദിവസത്തേക്ക് മുമ്പ് അവിടെ അമ്മയെ വിളിച്ച് സ്നേഹമായിട്ട് സംസാരിക്കുന്നറിയാം. അപ്പൊ ഒരു പ്രത്യേക ഒരു കാറ്റഗറിപ്പെട്ട വ്യക്തിയാണ്. പൂച്ചയുടെ കാര്യം പറഞ്ഞത് ഇവക്ക് അവന് മക്കൾക്കുണ്ടാവൂല എന്നുള്ളത് ഇവന് അറിയാൻ വ്യക്തമായിട്ട്. ഇവളെ അതിലേക്കോട്ട് കെട്ടിയിടാൻ വേണ്ടി ഇവ വാങ്ങിക്കൊടുത്താണ് സംഭവമില്ല. പിന്നെ ഇവ എന്താണ് ഏത് കാറ്റഗറിപ്പെട്ടാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. കാരണം ഇവക്ക് രോഗം വന്നാലും ഇവൻ കൊണ്ട് ആശുപത്രി കൊണ്ടുപോകില്ല. ഇവര് ഈ ആ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തം ഈ സമ്പത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ടീമാണ്. നമസ്കാരം. യൂട്യൂബറായ ആൽമയെ ഭർത്താവ് വിഷ്ണു കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ വാർത്തകളാണ് ഇപ്പോൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയടക്കം ഒരു സംശയമായിട്ട് ചോദിച്ചിരുന്നത് എന്തുകൊണ്ട് ആൽമയുടെ ബന്ധുക്കൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അൽമയുടെ വീട്ടിലാണ്. ചേട്ടാ, ഇതുവരെ വന്നിരിക്കുന്നതൊക്കെ അൽമയ്ക്കെതിരാണ്. അൽമയുടെ അവിഹിതം പൊക്കിയിട്ടാണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ളതൊക്കെയാണ്. അൽമയുടെ അച്ഛനാണ്. എല്ലാ വേദനകളും നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ പുറത്തു വരുന്ന വാർത്തകൾ, ഇതിന്റെ യാഥാർത്ഥ്യം അതാണ് നമുക്ക് അറിയേണ്ടുന്നത്. അൽമ ഇത്തരത്തിൽ ഉള്ള ഒരു കുട്ടിയായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം അവർക്കിടയിലുള്ളത് അച്ഛൻ അറിയാമായിരുന്നു? അങ്ങനെയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അത് മാത്രല്ല, അവിഹിതം എന്ന് പറയുമ്പോഴത്തേക്ക് റോഡിൽ വെച്ച് നടക്കുന്ന സംഭവമല്ലല്ലോ, വീടിനകത്ത് വെച്ചല്ലേ. ഇവൻ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് വേണമെങ്കിൽ അവനെ ഉപദ്രവിച്ച് പബ്ലിക്കായിട്ട് ആൾക്കാരെ കാണിപ്പിക്കാമല്ലോ. അപ്പോൾ വെറുതെ കെട്ടിയുണ്ടാക്കുന്ന സംഭവമല്ലേ. ഈ പറയുന്നത് വിഷ്ണുവിന്റെ ഒരു സുഹൃത്താണ് ഈ കാര്യം പുറത്ത് പറഞ്ഞിരിക്കുന്നത്. സുഹൃത്ത് പറയുമ്പോഴത്തേക്ക് അവന്റെ ബന്ധുക്കളും ആ പുള്ളി പറയുന്നത് ഇതുപോലെ ഒരു സംഭവം നടന്നതിന് ശേഷം അൽമയോട് ഇത് ചോദിക്കുന്നു, അൽമ അത് ശരിയാണ് എന്ന് പറയുന്നു എന്നാണ്. അതിനെപ്പറ്റി അറിയാൻ പാടില്ല, എനിക്കറിയില്ല. അങ്ങനെ അതിനെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല. ഇവിടെ വരാറുണ്ടായിരുന്നില്ലേ മകൾ? അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് എന്നോടൊപ്പം പറയാറില്ല, ഷെയർ ചെയ്യാറില്ല. കാരണം അവിടെ വന്നിട്ട് ഒക്ടോബറിൽ വന്നു, അതിനുശേഷം വന്നില്ല. നവംബർ മാസം ആയപ്പോഴേ ഈ രണ്ടാമത്തെ മകൾ ഒരു എൻഗേജ്മെന്റ് സമയത്ത് അവൻ വന്നില്ലായിരുന്നു. അതെന്താ? അവന്റെ അമ്മയും എന്റെ മകളും അവന്റെ ചേട്ടത്തിയും പിള്ളേരൊക്കെ വന്നു. വിവരത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇവരെ ഈ വിവാഹ സമയത്ത് ഞാൻ ജനലാവുന്നിടത്തുള്ള ഗോൾഡും മറ്റു സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തായിരുന്നു. അതായത് സ്ത്രീധനം പോലെ അവർക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് എന്നാലും ഞാൻ കൊടുത്തിട്ട് അതിന്റെ ഞാൻ എന്റെ ഷെയർ എന്റെ രീതിക്ക് ഞാൻ കൊടുത്തു. അതിട്ട് അവളെ അമ്മ ഒരുപാട് സാധനം വാങ്ങിക്കൊടുത്തിട്ട് 18 പവന്റെ ആഭരണം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഇത് കഴിഞ്ഞിട്ട് എന്റെ മോള് എന്നിട്ട് പറഞ്ഞു ഒരു കാറ് വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ വരുന്ന ഒരു ഡീസലിന്റെ ഫുൾ ഓപ്ഷനായിട്ട് വണ്ടി ഈ ആദ്യം 2,60,000 ഞാൻ ഡെപ്പോസിറ്റ് ഇത് അഡ്വാൻസ് ചെയ്തിട്ട് ഇതാക്കി. പിന്നെ ഒരു വർഷം കഴിഞ്ഞ വീണ്ടും ഒരു 50,000 കൊടുക്കുന്നു. അപ്പൊ ഈ ഇൻസ്റ്റാൾമെന്റ് ഞാനും അവളെ അമ്മയോട് ചേർന്ന് അടച്ചോണ്ട് വന്നു. ഇടയ്ക്ക് എനിക്ക് സാമ്പത്തികമായിട്ട് ക്രൈസ് ഉണ്ടായപ്പോഴത്തേക്ക് ഞാൻ 8-10 ഇൻസ്റ്റാൾമെന്റ് വരും. അപ്പൊ അതെല്ലാം അവൻ ഒരുമിച്ച് അടച്ചു തീർത്തിട്ട് അവന് സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. പിന്നെ അടുത്ത മാസം ആയപ്പോഴത്തേക്ക് ഒരുമിച്ച് കാശ് വാങ്ങാന്ന് പറയുന്നത്. ഞാൻ പറയും ഇപ്പോഴൊന്നും ഇല്ല, വരുമ്പോൾ തരാൻ വേറെ കാശുള്ളൂ. അപ്പൊ അതിന്റെ ഈ എന്നെ ഒരുമാതിരി അഴുക്കായിട്ടൊക്കെ വിട്ടിട്ട് സംസാരിച്ചു. പിന്നെ എന്തറിയാം, എന്നിട്ടും പിന്നെ ഞാൻ അവന്റെ സ്നേഹമായിട്ട് ഞാൻ തന്നെ ഡീൽ ചെയ്തു. അതായത് സ്വർണത്തിന്റെ അപ്പുറത്തേക്ക് കാറ് വേണമെന്ന് പറയുന്നു. അത് മോളാണ് ആവശ്യപ്പെട്ട് എടുത്ത് കൊടുത്തിട്ട് അവസാനം ഒരു 8-9 ഇൻസ്റ്റാൾമെന്റ് തെറ്റിയപ്പോ അത് ഒറ്റയടിക്ക് വിഷ്ണു അടച്ചു. അപ്പൊ വിഷ്ണു അടച്ച പണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ചോദിച്ചു. അവന് കാശില്ലാത്തതുകൊണ്ട് ഞാൻ അറിയാം. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞു. പിന്നെ അവൻ ഈ അഴുക്കാട്ട് ഒരുപാട് വളരെ മോശമായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നമ്മളെ എൻഗേജ്മെന്റ് സമയമായപ്പോഴത്തേക്ക് എൻഗേജ്മെന്റ് നടത്താനുള്ള കാശുണ്ടില്ല. പിന്നെ എന്തുകൊണ്ട് എന്റെ പൈസ വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒമ്പരാത്തം. പിന്നെ എന്തറിയാ, അത് കഴിഞ്ഞിട്ട് അവൾ അമ്മയുടെ അടുത്ത് പറഞ്ഞത് ഞാൻ അവരെ വിട്ട് പോണ എന്നെ അടിക്കുമെന്ന് പറഞ്ഞു. അടിക്കുമെന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ പിന്നെ എന്തറിയാ വിളിച്ച അറ്റൻഡ് ചെയ്യാറില്ല. ഈ ഇടയ്ക്ക് വെച്ച്
ഇവിടെ മരിക്കുന്നതിന് കുറെ ദിവസത്തേക്ക് മുമ്പ് എന്തറിയാം, ഒരു സ്ത്രീ എന്നെ വിളിച്ച് പറഞ്ഞ് അൽമ ഇങ്ങനെ ഈ ടാബ്ലറ്റ് കഴിച്ച് കിടക്കാണ്, ആശുപത്രി കൊണ്ടുപോകാൻ പോകണമെന്ന് പറഞ്ഞു. ടാബ്ലറ്റോ? എന്താ കഴിച്ചെന്ന് പറഞ്ഞു. അത് അതിന് 2.5 ദിവസത്തേക്ക് മുമ്പ് ഇവള് അടിച്ച് ബ്ലഡൊക്കെ വന്നു. ആണോ? ഈ ഇത്രയും നേരം നമ്മൾ ഈ അവസാനമായിട്ട് വിഷ്ണുവിന്റെ കാര്യം ചോദിച്ചപ്പോ പോലും വിഷ്ണു ഇത്തരത്തിൽ അക്രമം കാണിക്കുന്ന ഒരാളല്ല എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. അത് വളരെ സൈലന്റ് കില്ലറാണ്. കാരണം ഇത്രയും ഈ മൃഗീയമായിട്ട് ഇവിടെ കൊല്ലാൻ വേണ്ടി ഈ കത്തി വാങ്ങി വെച്ചിട്ട് പോലും ഈ കൊല്ലുന്നതിന് ഒരു ദിവസത്തേക്ക് മുമ്പ് അവളെ അമ്മയെ വിളിച്ച് പറഞ്ഞ് സ്നേഹമായിട്ട് സംസാരിക്കുന്നറിയാം. അപ്പൊ ഒരു പ്രത്യേക ഒരു കാറ്റഗറിപ്പെട്ട വ്യക്തിയാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവക്ക് മക്കളില്ല. അതിന്റെ കാരണക്കാരൻ അവനാണ്. അവനെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രോട്ടമല്ലേ, അത് മൊത്തം അകത്താണ് അവൻ സ്ക്രോട്ടം. അപ്പൊ എന്തറിയാം, നമ്മുടെ ഈ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ പറ്റൂല, ഓവറായിട്ടുള്ള ഈ ഹീറ്റാണ് വരുന്നത്. അപ്പൊ ചുമനെല്ലാം വരുമ്പോഴത്തേക്ക് ഈ ഡെഡായി മാറും. അപ്പൊ ഈ അതോടൊപ്പം തന്നെ ഇവന്റെ ഫിസിക്കൽ ഈ സൈഡിലും ഈ ഈ ഓവറായിട്ടുള്ള ചൂട് നിൽക്കുന്ന കാരണം പലതരത്തിലുള്ള ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കും. ഈ ടെൻഷൻ വന്ന് എന്താ പറഞ്ഞ ടെൻഷൻ ഈ സഡൻ ആയിട്ടുള്ള ഒരു ആംഗ്രി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്തറിയാം, ഒരു താന്തനെ പോലെയാണ്. അവന്റെ അച്ഛനെ പണ്ട് അടിക്കാൻ പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അച്ഛനും സഹോദരൻ എല്ലാം അടിക്കാൻ പോയിട്ടുണ്ട് ഇതേപോലെ. അത്രയും ഇതാണ്. അതൊക്കെ പിന്നെയാണ് അറിയുന്നത്. അപ്പോഴിങ്ങനെ എന്തറിയാ, ഈ എന്നെ വിളിച്ച് വീണ്ടും ചീത്ത വിളിച്ചിട്ട് പേടിപ്പിച്ചുകൊണ്ട് അവളമ്മ പറഞ്ഞു വിടുകയാണ് ചിലപ്പോ അടിക്കും എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താ ഇങ്ങനെ ഈ ഒരു സ്ത്രീ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചിട്ട് ആ സ്ത്രീയെ കൊണ്ട് വെറുതെ എന്നെ വിളിപ്പിക്കാതിരിക്കാം, എന്നെ അടിക്കാനായിട്ട് എന്നുള്ള തോന്നിട്ട് ഞാൻ പോയില്ല. പിന്നെയാണ് സംഭവം ഇങ്ങനെ അറിയണത്. അതെ. അപ്പൊ ഇതിന് മുമ്പ് വന്നിട്ട് എന്നറിയാം, അവര് ഈ എവിടെ ഡിഗ്രി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ PG പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ക്ലാസ്സിന് പോകുന്നത്. അങ്ങനെ അവിടെ അച്ഛനാണ് എന്നെ വന്ന് ഇത് അച്ഛനെ അവരും കൂടെ വന്നാണ് സംസാരിക്കുന്നത്, ഈ ചോദിക്കുന്നത്. അപ്പോഴങ്ങനെ ഞാൻ എഗ്രി ചെയ്തു. അപ്പോഴൊന്നും വേണ്ടെന്ന് തന്നെ പറഞ്ഞു. എന്തായാലും ഞാൻ എന്റെ സ്നേഹത്തിനനുസരിച്ച് ഞാൻ ചെയ്തു. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഈ PG പോകുന്ന ഇത് പഠിപ്പിക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് PSC ഇത് ക്ലാസ്സിന് അയക്കണം. കാരണം നന്നായിട്ട് പഠിക്കാൻ നല്ല ബ്രെയിനുള്ള വെച്ചാണ്. അവരെല്ലാം സമ്മതിച്ചു പോയിട്ട് അവസാനം അയച്ചില്ല, പഠിക്കാൻ സമ്മതിച്ചില്ല. ഈ പറയുന്നത് പോലെ എല്ലാ അൽമയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് വിഷ്ണു നിന്നിരുന്നത്. അതവന്റെ കൊച്ചപ്പന്റെ വലിയ പെണ്ണുമോനാണ് പറയുന്നത്. ഇപ്പൊ നാട്ടുകാരാണെങ്കിലും അൽമയുടെ പൂച്ചകളെ നോക്കാൻ വേണ്ടി മാത്രം പൂച്ചയുടെ കാര്യം പറഞ്ഞത്, ഇവക്ക് അവന് മക്കൾക്ക് ഉണ്ടാവൂല എന്നുള്ളത് ഇവനെ അറിയാൻ വ്യക്തമായിട്ട്. എവളെന്ന് അതിലേക്കോട്ട് കെട്ടിയിടാൻ വേണ്ടി യവൻ വാങ്ങിക്കൊടുത്താണ് സംഭവമില്ല. വാങ്ങിക്കൊടുത്ത ഒരു മെന്റാലിറ്റിയിലാക്കി യവൻ കൂടെ തന്നെ ഈ പലതരത്തിലും ഇതിന്റെ ഈ യൂട്യൂബുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും യവൻ കൂടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അതിനകത്തോട്ടങ്ങ് ആഡ് ചെയ്ത് വിട്ടതിന് ശേഷം അങ്ങ് മാറി. യവൻ തന്നെ എന്റെ കാരണക്കാരൻ. അതായത് വിഷ്ണുവിന് കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ളത് നേരത്തെ കല്യാണത്തിന് 5-8 വർഷത്തേക്ക് മുമ്പ് ബെല്ലൂരിൽ ചികിത്സ നടന്നത്. അതിന് 10 വർഷം കൊണ്ട് കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞപ്പോഴാണ് ഇവർ ഒരുമിച്ച് ഒരു ടൂർ പോലെ പോയപ്പോഴത്തേക്ക് ഇവനെ കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോഴേക്ക് ഡൗട്ട് വന്നു. ഡൗട്ട് വന്നിട്ട് റിപ്പോർട്ട് വായിച്ചപ്പോഴാണ് മക്കൾ ഉണ്ടാവൂല എന്നുള്ള കൺഫർമേഷൻ ആയത്. അതിനുശേഷം അവൾ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇവൻ ആദ്യം ഓക്കെ എന്ന് പറഞ്ഞു. അത് തിരിച്ച് ഇതില്ല ഈ അവന്റെ കുടുംബമായിട്ട് ആലോചിച്ചപ്പോഴത്തേക്ക് പറ്റൂല എന്ന് പറഞ്ഞു. കാരണം വേറെ ആരും മക്കൾക്ക് വേണ്ടി ഇങ്ങനെ സമ്പത്ത് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ. പിന്നെ ഇവ എന്താണ് ഏത് കാറ്റഗറിപ്പെട്ടാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. കാരണം ഇവക്ക് രോഗം വന്നാലും ഇവൻ കൊണ്ട് ആശുപത്രി കൊണ്ടുപോകില്ല. ഈ പറയുന്ന കാറടക്കം അൽമയുടെ ഇഷ്ടത്തിന് വേണ്ടി വാങ്ങിക്കൊടുത്തല്ലേ? അപ്പൊ ആശുപത്രി പോകാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അതാണ് ഞാൻ പറയും, എന്ത് കാറ്റഗറിപ്പെട്ട മനുഷ്യനാണെന്ന് അറിയാൻ പാടില്ലെന്ന് പറയും. കാരണം സമ്പത്തിന് പ്രശ്നമല്ല അവന് ഒരു ദിവസം തന്നെ 7,000-8,000 രൂപ വേണം ചെയ്യണം. കാരണം ഒരു മണിക്കൂറിന് അവൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ 1,000 രൂപ കിട്ടും. അതിന് സാമ്പത്തികമായിട്ട് യാതൊരു ക്രൈസിസും ഇല്ല. പക്ഷേ അത് ഞാൻ പറയും, ഏത് കാറ്റഗറിപ്പെട്ട ഏത് തരത്തിലുള്ളതാണെന്നുള്ള എനിക്ക് ഒരു പിടിയും കിട്ടില്ല. കാരണം എന്താ പറയുക, ആശുപത്രിയിൽ പോലും അവളെ കൊണ്ടുപോകാതെ മോളെ എന്നെ വിളിക്കും, ഞാൻ കൊണ്ടുപോയി കാശ് കൊടുക്കണം. അല്ലെങ്കിൽ അവളെ ആശുപത്രിയിൽ കാറിൽ കൊണ്ടുപോയി
ചികിത്സിപ്പിച്ച് തിരിച്ചു വീട്ടിൽ കൊണ്ടാക്കണം. അൽമയുടെ സാധാരണ അങ്ങനെ ചെയ്യാറില്ല, ഒരു കുടുംബത്തിൽ ആരും ചെയ്യാറില്ല. ഇല്ല തീർച്ചയായിട്ടും ഇല്ല. ഈ അൽമയുടെ ചെലവൊക്കെ അപ്പോ നിങ്ങൾ മറ്റുള്ള ചിലവുകളെല്ലാം അവർക്ക് തന്നെ അവർ ചെയ്യും. ഇത് ഈ ഒരു കാര്യത്തില് വന്നു കഴിഞ്ഞാൽ നോക്കില്ല. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവൻ നോക്കുന്നത് അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഒരു പ്രയാസം. കാരണം ഞാൻ ഇങ്ങനെ ഈ കാര്യം അറിഞ്ഞപ്പോഴത്തേക്ക് ഈ കാര്യം അറിയുമ്പോഴത്തേക്ക് ഞാൻ ചിന്തിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെയും അവളെ അമ്മയുടെ അല്ല നമ്മുടെ ഇവരെയൊക്കെ കാലങ്ങൾ കഴിഞ്ഞാൽ അതിന്റെ കാലങ്ങൾ കഴിഞ്ഞാൽ കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു അസുഖം വന്ന ഏതെങ്കിലും തരത്തിലുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ ഈ ഇവളുടെ അവസ്ഥ എന്തായി പോകും എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ യമൻ അഥവാ ഇതിന്റെ ഇവര് ഈ ആ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തം ഈ സമ്പത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ടീമാണ്. അപ്പോഴഥവാ എന്താ പറയുക അവർക്ക് എന്തൊക്കെ രോഗം വന്ന് അങ്ങനെ ആയിട്ട് എന്താ പറയുക വല്ല ആവശ്യമില്ല ഇഞ്ചക്ഷൻ വല്ലതും കൊടുത്തുന്നറിയാം അവിടെ ഭ്രാന്തിയാക്കിയിട്ട് കഴിഞ്ഞാലും ഒരു കഷ്ടപ്പാടുണ്ടാകും. ഈ ഒരു ചിന്ത എനിക്ക് എന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഇവർ ഈ രീതി ഇതായതുകൊണ്ട്. അപ്പൊ പുറത്ത് ഈ പറയുന്ന നല്ലവനായ വിഷ്ണുവിന്റെ സ്വഭാവം നിങ്ങൾക്കൊക്കെ മനസ്സിലായി ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം നാട്ടുകാരോട് പറയുന്നുണ്ടല്ലോ. കാരണം ഈ ഇവർ കുടുംബത്തിനകത്തുള്ള സ്കൂളാണത് അവിടുത്തെ സ്കൂള്. ഈ വിഷ്ണുവിന്റെ വായിൽ നിന്ന് തന്നെ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അതായത് ഇങ്ങനെ പല ഇതിലെ ഈ മാനേജർമാരുണ്ട്. അതിലെന്തറിയ ഒരാളിന്റെ മക്കള് 4 പേരുണ്ട്. അതില് ഈ ഒരാളിന് ഇതില്ലേ ഈ ഒരാളിന്റെ അവകാശം വന്നിട്ട് എന്തറിയാ മൊത്തം എഴുതി വാങ്ങിയിട്ട് ഈ തുച്ഛമായ പൈസ കൊടുത്ത് എഴുതി വാങ്ങി അതിന്റെ മക്കളെല്ലാം കൂടെ എന്തറിയ പായല് ഈ അച്ഛനെ പൊതിഞ്ഞു കെട്ടി ഈ സ്കൂളിന്റെ കാമ്പണ്ണത്തുണ്ട് ഈ മതിലിന്റെ പുറത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ അത്രയും ഇവരെല്ലാം കാശിന് വേണ്ടി ഒരു രീതിക്കുള്ള ആൾക്കാരാണ്. പണത്തിനോടുള്ള അപ്പൊ ഇത് നഷ്ടപ്പെടുന്ന എന്തിനാണ്? അതുകൊണ്ട് എന്താ ഇവർ പ്ലാൻ ചെയ്ത് ഇവളെ നശിപ്പിച്ചാണോ എന്ന് എനിക്ക് വളരെ ഡൗട്ടുണ്ട്. അപ്പൊ ഈ പണത്തിന് വേണ്ടിയിട്ട് ഇവളെ ഒഴിവാക്കാൻ വേണ്ടി അച്ഛാ ഇപ്പം വിഷ്ണു കൊടുത്തിരിക്കുന്ന മൊഴി അബദ്ധത്തില് അല്ലെങ്കിൽ ദേഷ്യം വന്നപ്പോ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ദേഷ്യം വന്നപ്പോ ആക്രമിച്ചു പോയതാണ് എന്നുള്ളൊരു കാര്യമാണ്. അച്ഛനിപ്പോ പറയുന്നു ഇത് ഒരു ആസൂത്രണം ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോ വിഷ്ണുവിന്റെ മൊഴി എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് അച്ഛൻ? എനിക്ക് ഇത് ഈ പറഞ്ഞതനുസരിച്ച് പറഞ്ഞ കള്ളം. കാരണം ഇത് സഡനായിട്ടുള്ളൊരു ഇതുകൊണ്ടാണ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇവൻ കത്തി വാങ്ങി സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. കത്തി വാങ്ങി സൂക്ഷിച്ചു കാരണം പുതിയ കത്തിയാണ്. അത് കഴിഞ്ഞിട്ട് ഇത്രയും മാരകമായിട്ട് വെട്ടുകയും കുത്തുകയും ചെയ്തിട്ട് ശ്വാസം വിട്ട് ചൊല്ലിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ മരണപ്പെട്ടതിന്റെ ശ്വാസം വിട്ടാണ്. കാരണം എന്നറിയാം മൂക്കുകളെല്ലാം ഇത് നോസിൽസ് എന്നറിയാം വളരെ വലുതായിട്ടുണ്ട് മൂക്ക്. അത് കഴിഞ്ഞിട്ട് ഈ ചുണ്ടുകളെല്ലാം ഇങ്ങനെയാണ് ഇരുന്നത്. സാധാരണ ഒരു നോർമലായിട്ടുള്ള എന്താ പറയുക അങ്ങനെ ഇത് ശ്വാസം മുട്ടിച്ചപ്പോഴത്തേക്ക് മൊത്തം ഇതായതാണ്. അപ്പൊ ശ്വാസം മുട്ടിച്ചു വന്നതാണ്. അപ്പൊ എന്താ പറയുക പർപ്പസ് ആയിട്ട് ചെയ്യുന്നുള്ളത് വേറെ തെളിവ് വേണ്ട. അത് കഴിഞ്ഞിട്ട് ബെഡിൽ കിടന്നാണ് അവൾ മരിച്ചത്. കാരണം ഈ അവള് ഉറങ്ങി കിടന്നപ്പോഴേ ആദ്യം തുടങ്ങിയാണ് പറഞ്ഞത്. അപ്പോൾ കുത്തുകയും എല്ലാം ചെയ്ത് കൊല്ലുകയും ചെയ്തിട്ട് ഈ ബെഡിലാകാതിരിക്കാൻ വേണ്ടി ആയിരിക്കും എടുത്ത് ഈ തറയെടുത്ത് എറിഞ്ഞിട്ടുള്ളത്. അപ്പൊ പുറത്തേക്ക് പോലും ഇങ്ങനെ ഒരു ആക്രമണം എന്തായാലും അൽമ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഇല്ല, അങ്ങനെ വിശ്വാസമല്ലേ വിഷ്ണുവിന്? 100% അൽമയ്ക്ക് ഇവന് വിശ്വാസമായിരുന്നു. അതിന് നേരത്തെ പറഞ്ഞെന്താ പറയുക ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണ് ഏത് തരത്തിലുള്ള മനസ്സിലാണെന്ന് എനിക്ക് ആർക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിന്റെ കാരണം അതാണ്. അപ്പൊ എന്ത് ഉദ്ദേശത്തോടെ ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. കാരണം കഴിഞ്ഞ നിമിഷങ്ങൾക്ക് മുമ്പ് അതിന്റെ തലേ ദിവസം ഒരു കല്യാണത്തിന് അവർ ഒരുമിച്ച് തന്നെ പോയിരുന്നു. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അൽമ പങ്കുവെക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അതിലൊക്കെ വിഷ്ണുവിനോടുള്ള സ്നേഹം അത് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു സ്നേഹം ഇങ്ങനെയായി മാറുന്നെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പൊ അൽമ എപ്പോഴെങ്കിലും അത് ഒരു സൂചന അമ്മയ്ക്കോ അച്ഛനോ നൽകിയതായിട്ട് ഒന്നും പറയാറില്ല അൽമ. ശരിക്കും എന്ത് സംഭവിച്ചാലും അതെന്താ അച്ഛനോട് അങ്ങനെ പറയാതിരുന്നത് എന്ന്? കാരണം എനിക്ക് എന്നെ അത്രയും സ്നേഹിച്ചത് എന്നെ അടുത്തൊന്ന് പറഞ്ഞ് എന്നെ മാനസികമായിട്ട് വേദനിപ്പിക്കില്ല. കാരണം അവക്കറിയാം ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവക്കറിയാം വേദനിപ്പിക്കണ്ടെന്ന് കരുതി. ഈ വണ്ടിയുടെ കാശിന് വേണ്ടി കിടന്ന് അവിടെ വഴക്കുണ്ടാക്കിയാലും എന്റെ അടുത്ത് പറയില്ല. വണ്ടിയുടെ പേരിൽ വഴക്കുണ്ടാക്കാറുണ്ടെന്നാണ് അവള് പറഞ്ഞത്. അവള് ഇതിന്റെ ഞാൻ അറിഞ്ഞത് കാരണം അവളെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. അമ്മയോടെല്ലാം പറയും.
ഈ വണ്ടിയുടെ പേരിൽ മാത്രമാണോ അവിടെ വഴക്കുണ്ടാകാറുള്ളത്? അത് ഇതിലേക്ക് വേണ്ടി മാത്രമാണ് വഴക്കുണ്ടാക്കിയിട്ടുള്ളത്. അതായത് പണം എന്നുള്ള ഒരു വിഷയമാണ്. ഈ വിഷ്ണുവിന്റെ വീട്ടുകാർക്ക് ഈ പണത്തിനോടുള്ള ഒരു അൽമയോട് പണം ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോ വിഷ്ണുവിന്റെ വീട്ടിൽ അങ്ങനെ പണത്തിന്റെ കുറവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു കുറവില്ല. സാമ്പത്തികപരമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ. അതുപോലെ തന്നെ അൽമയുടെ വളർത്തു മൃഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ നിൽക്കുന്നുണ്ട്. അതായത് അൽമയുടെ പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വരുന്ന ഒരു യുവാവിനുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ആരോപണങ്ങൾ കേട്ടത്? ഇപ്പോ ചേട്ടൻ ഇങ്ങനെ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ. ഈ പറയുന്നത് പോലെ ചേച്ചി ഇപ്പൊ എന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ പറയുന്നത് തിരിച്ചാണ് മാധ്യമങ്ങൾ കൊടുക്കുന്നത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? എന്താണ് അങ്ങനെ? കാരണം നമ്മൾ പറയാത്തതാണ് ചിലത് പറഞ്ഞിട്ടുള്ളത്, ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു നടക്കുന്നത്. അതല്ലേ, അത് എന്ത് കാര്യമാണ് അങ്ങനെ മോശമായിട്ട് മാറിയത്? അതായത് ഈ അവിഹിത ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അത് ഇത് നമ്മൾ അറിയാത്ത കാര്യമാണ്, യഥാർത്ഥ സംഭവിക്കാത്ത കാര്യം തന്നെ ആയിരിക്കും. അതുകൊണ്ട് മക്കൾ ഉണ്ടാവൂല എന്ന് അവർ നേരത്തെ നമ്മുടെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഒരു കൊച്ചിനായിരിക്കും, ഒരു പെൺകൊച്ചിന്. കാരണം ഇതല്ലേ ഈ തലമുറകളോളം ജീവിക്കാൻ വേണ്ടി നമ്മളെ മക്കളെ. അല്ല, അൽമ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണല്ലോ, അപ്പൊ അൽമയ്ക്ക് ഇത് അറിയാമായിരിക്കോ? അവര് പറയുന്നത് അൽമയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കും. ഞങ്ങൾക്ക് നമ്മുടെ അടുത്ത് പറയാനില്ല, അങ്ങനെ നേരത്തെ പറയാനില്ല. അല്ല, അഥവാ അങ്ങനെ സംഭവിച്ചു, അവിടെ ശരി അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നിരിക്കും, കുഴപ്പമില്ല. പക്ഷെ ഒരു കൊച്ചിനെടുക്കാറുണ്ടല്ലോ, ദത്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് സംസാരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ അതിലേക്ക് എത്താതിരുന്നത്? കാരണം ഈ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. കാരണം അവന്റെ അമ്മയും ഈ കുടുംബം എല്ലാം അങ്ങനെയാണ് പറഞ്ഞത്. ഈ വരുന്ന വാർത്തകളും ഇതൊക്കെ കാണുമ്പോൾ ചേട്ടൻ എന്താണ് ശരിക്കും പറയാനുള്ളത്? ഇപ്പോ ഞാൻ പോലും കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടന്നിട്ടും അൽമയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ രംഗത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നു ഞാനും പ്രതീക്ഷിച്ചില്ല. ഇത് ചോദിച്ചതിന് ശേഷമാണ് അച്ഛൻ പ്രതികരിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോ ഈ പണം ഒരു വിഷയമായിട്ട് മാറുമോ ഈ കേസിൽ? ഇപ്പോ വിഷ്ണു കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ചെയ്തതാണ്, അല്ലെങ്കിൽ ഈ ഒരു സംശയം ഉണ്ടായതായിട്ട് പോലീസിന് മൊഴി കൊടുത്തിട്ടില്ല. അങ്ങനെ വിഷ്ണുവിന്റെ ബന്ധുക്കൾ പറയുന്ന ആരോപണങ്ങൾ ഒന്നും വിഷ്ണു കൊടുത്തിരിക്കുന്ന മൊഴി വേറൊരു തരത്തിലും ആകുമ്പോൾ വിഷ്ണുവിനെ രക്ഷപ്പെടാനുള്ള ഒരു വഴി പണമുള്ളത് കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ്. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു പറഞ്ഞാൽ ആ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് അഡ്വക്കേറ്റ്സ് ഉള്ള ഫാമിലി, മുനിസിപ്പൽ ഉള്ള ഫാമിലി, ജഡ്ജസ് ഉള്ള ഫാമിലി, അവർക്ക് എന്തുവേണം ചെയ്യാം. പിന്നെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യും. ദൈവഹിതം എന്താണ് അത്? അല്ലാതെ എന്തറിയാ ഈ കേസ് ഏത് തരത്തിൽ പോകണം, അല്ലെ നമുക്ക് അതിനെതിരായിട്ട് പോകണം, അങ്ങനെയുള്ള ചിന്ത എനിക്കില്ല. ദൈവം എന്ത് കരുതുന്നത് അവനെ വെച്ച് തെറ്റുന്ന ശിക്ഷ അവൻ അനുഭവിച്ചേ പാടും. ആ ഒരു കാര്യം ഞാൻ പറയുന്നത്. കാരണം അവര് ഈ സാമ്പത്തിക ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴൊക്കെ ചില ഈ യൂട്യൂബർമാരെ കൊണ്ടുവന്ന ഇപ്പോഴത്തെ ഇതൊക്കെ കുറച്ചൊക്കെ കാശ് കൊടുത്തതിനെ അവർ മാറ്റി പറയിപ്പിക്കണം. ഇല്ലാതില്ല, അൻസംശയം സംശയം 100% ഉണ്ട്. കാരണം അവർ കാശ് കൊടുത്തതിനാണ് വൃത്തിട്ട് എനിക്ക് പറയുന്നത്. കാരണം അവർ കാശ് എന്ന് പറഞ്ഞ സാമ്പത്തികത്തിന്റെ ഒരു കൂമ്പാരം തന്നെയാണ് എല്ലാ ആൾക്കാരും. അപ്പോഴേ വരുന്നറിയാൻ ഈ ലീഗൽ സൈഡിൽ ഒരുപാട് വേലകളൊക്കെ കാണിക്കും, നമുക്കറിയാം. അതിന് ഒരു കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം മരിച്ചവർ എന്തായാലും തിരിച്ചു വരുന്നില്ല. അതുകൊണ്ട് ദൈവഹിതം എന്താണ് അത് മാത്രം. ഈ വിഷ്ണുവിന്റെ വീടിന് മുൻവശത്ത് ഒരുപാട് കാറുകൾ കണ്ടു. അൽമ ഇപ്പൊ ഒരു കാറ് വേണമെന്ന് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ 1-2 കാറുകൾ അവിടെ ഉണ്ട്. 2 കാറുണ്ടോ? അതെങ്ങനെയാ? അച്ഛന്റെ കാറ് അത് ഇപ്പൊ എടുത്ത് ഈ സീസ എല്ലാം മുടങ്ങി കിടന്ന് എല്ലാം എടുത്തിട്ട് ഇവൻ തിരിച്ചെടുത്തോട്ടേക്കാണ്. അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അച്ഛാ, ഇപ്പോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്. വിഷ്ണുവിന്റെ ബന്ധുക്കൾ, അൽമയുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പുറത്തു വന്ന വീഡിയോസ്. അതില് വിഷ്ണുവിന്റെ സുഹൃത്ത് എന്ന് പറയുന്ന ഒരാള് പറയുന്നത് അൽമയെ മോശമായിട്ടുള്ള രീതിയിൽ വീട്ടിൽ കണ്ടു, അതിന്റെ ഒരു ദേഷ്യം അല്ലെങ്കിൽ അതിന്റെ ഒരു സങ്കടം വിഷ്ണുവിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം അച്ഛൻ ശ്രദ്ധിച്ചിരുന്നോ? ഈ വാർത്തയൊക്കെ ശ്രദ്ധിച്ചിരുന്നു? ഇല്ല, അങ്ങനെ വന്നിട്ട് വിഷ്ണുവിന്റെ അമ്മയും വിഷ്ണുവിന്റെ വലിയച്ഛന്റെ മോനും ഇങ്ങനെ ഈ വിഷ്ണു എന്ന വ്യക്തി ഈ ഇങ്ങനെ കളിച്ചിട്ട് വന്നപ്പോഴത്തേക്കാണ് ഇവിടെ ഈ വീട്ടിനകത്ത്
ഈ അവിഹിതമായിട്ട് എന്തോ നടക്കുന്നു എന്ന് കാണുകയും ഉടനെ അവൻ എവിടെ കൊന്നു എന്നാണ് പറയണത്. പക്ഷെ ഈ ഇത്രയും ആരോഗ്യവാനായ ഒരു മനുഷ്യൻ ഈ ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ആളിനെ വിടുവും എന്നൊരു മുറിവേപ്പിക്കില്ല, പിടിക്കൂലേ, അടിക്കൂലേ, വേളം കാണിക്കൂലേ? അപ്പോഴത് വൃത്തിയായിട്ട് അവർ കള്ളത്തരല്ലേ പറഞ്ഞത്. ആ മൂന്നാമതൊരാളെ വിഷ്ണു പോലും പിടിച്ചു നിർത്തിയിട്ടില്ല. അത് മാത്രമല്ല ഈ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയിലും അങ്ങനെ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇല്ല, വിഷ്ണു പറഞ്ഞിട്ടില്ല അങ്ങനെ. ആദ്യം ഇവരിപ്പോഴെന്നറിയാം, ഈ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, ഈ മുനിസിപ്പൽ ജഡ്ജസും ലായേഴ്സും ഉള്ള ഒരു ഫാമിലി എന്ന് പറഞ്ഞില്ലേ, ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് എന്നറിയാം ഇപ്പോഴെന്നറിയാം ഈ കേസിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി എവിടെ എന്നറിയാ വിളയം ഉണ്ടാക്കുകയാണ് മൂന്നാമത് ആളിനെ കണ്ടെത്തുന്നത്. ഇപ്പോൾ മറ്റേ ആള് ഈ ഇവന്റെ ബലീച്ചന്റെ മോൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ പട്ടികൾക്കും പൂച്ചകൾക്കും ഈ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. അയാൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, കാരണം എന്താ, ഫുഡ് കൊടുക്കാനോ വാങ്ങാനോ കാശ് വാങ്ങാനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി. പക്ഷെ അത് ഇതുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം വരുന്നല്ലോ. അങ്ങനെ ഒരു ബന്ധമില്ല എന്നുള്ളൊരു തെളിവാണല്ലോ അവനെ കണ്ടു എന്ന് പറയുകയും അതിനകത്ത് വെച്ച് അവനെ ഉപദ്രവിക്കാൻ വിട്ടുകയും ചെയ്തത്. അവരൊരു ആനയല്ലല്ലോ, അല്ലെങ്കിൽ ഒരു കാണ്ടാമൃഗമല്ലല്ലോ, കുത്തിയാലും അടിക്കാലും മുറിയാപ്പിക്കാത്ത അത്രയും വലിയ കട്ടിയുള്ള ഇത് തോലൊന്നുമല്ലല്ലോ അവന്. അപ്പൊ അവനെ കണ്ടിട്ടില്ല, അങ്ങനെ സംഭവം നടന്നിട്ടില്ല ശരിക്കും പറഞ്ഞ അർത്ഥം വരണത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഒരു ബഹളം അങ്ങനെ ഒരു ബഹളം നാട്ടുകാർ കേട്ടില്ല. ഈ കൊല നടക്കുന്ന സമയത്തും ഒരു ശബ്ദം ആരും കേട്ടിട്ടില്ല. അവിടുന്ന് ശബ്ദം പുറത്തു പോയി. എന്തായാലും വെറുമൊരു കൊലപാതകമല്ല എന്നുള്ള സംശയം തന്നെയാണ്. കാരണം എന്താ പറയാ, ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് നടന്നിരുന്നുവെങ്കിൽ പറയുന്നെങ്കിലും കൂടെ ആൾക്കാർ വിളിച്ച് എവിഡൻസ് ഉണ്ടാക്കുമായിരുന്നല്ലോ. ഇപ്പൊ ഇവര് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു കഥ. ചേട്ടാ, വീട്ടില് CCTV ദൃശ്യങ്ങള് കിട്ടാനുള്ള സാധ്യതകളില്ലേ? ഈ പറയുന്നത് പോലെ വിഷ്ണുവിന് ഒരു സംശയമായിരുന്നെങ്കിൽ വിഷ്ണുവിനെ തന്നെ തെളിവുണ്ടാക്കാമായിരുന്നല്ലോ. അങ്ങനെ CCTV ഉണ്ടായിരുന്നില്ല? ഉണ്ടായിരുന്നു. ഞാൻ പോയ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിന് റൂമിനകത്തുണ്ടായിരുന്നു, വെളിയിൽ കാർ ഷെഡിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവര് ഈ ആദ്യത്തെ പഴയ വീടിന്റെ ഇത് ഒരു മൂലയ്ക്ക് സ്ഥാപിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ വീടിന്റെ അകത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ വിഷ്ണുവിന്റെ ബന്ധു പറയുന്നുണ്ട്, അൽമയുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് ഒരു ബംഗ്ലാവ് പോലെ ഒരു റൂം അടക്കം അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തതെന്ന്. വിഷ്ണു അൽമ പറയുന്നത് എന്തും അതുപോലെ ചെയ്തു കൊടുക്കുന്ന ഒരാളായിരുന്നു. ഈ പറയുന്നത് പോലെ അൽമയ്ക്ക് ഈ പൈസ കണ്ട് മഞ്ഞളിച്ചതാന്ന തരത്തിലാണ് കാര്യങ്ങൾ പുറത്ത് വന്നിരിക്കുന്നത് നിലവിൽ. അപ്പൊ അൽമയ്ക്ക് അങ്ങനെ ഒരു രീതി ശീലം ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവിടെ ക്യാമറ എന്താ ഉണ്ടായിരുന്നു 100%. കൊല്ലുന്നതിനും ഒരു ദിവസത്തേക്ക് മുമ്പ് അവളെ അമ്മയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ അവൻ. അപ്പൊ ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം, ഈ അടുത്ത വീട്ടിലെ ആൾക്കാര് ഇത് നമ്മുടെ ഒരു ബന്ധുവായ ഒരാളിനെ വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, കുറെ ദിവസം കൊണ്ട് ഈ ഇവളെ വീടിനകത്തിട്ട് ലോക്ക് ചെയ്തിട്ട് വെളിയിൽ 2 പട്ടികളെ അഴിച്ച് ഇട്ടിട്ട് ഇത് ഡോറിന് ലോക്ക് ചെയ്ത് പോകണം, മറ്റേ ഗേറ്റിന് ലോക്ക് ചെയ്ത് പോകണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഈ കടിക്കുന്ന പട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഇത് വെച്ചിട്ടുണ്ട്. അത് അടുത്ത് വെച്ചാണ്, ഈ അടുത്ത് വെച്ചാണ്. അപ്പൊ ആ പട്ടികള് ഇതിന് മുമ്പേ ഉണ്ടോ? മുമ്പുണ്ട്. ഇത് അതിന്റെ കൂടിനകത്ത് കിടക്കുള്ളൂ. അല്ല, ഈ പട്ടികള് ഇങ്ങനെ ഏതെങ്കിലും ഹൈബ്രിഡ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയുള്ള നാടൻ പട്ടികളാണ്. ആ പട്ടികൾ എപ്പോഴും പോയാലും അകത്തേട്ടിരിക്കും, കൂടിനകത്ത് കിടക്കുള്ളൂ. ഇപ്പോഴേ കുറച്ച് ദിവസം കൊണ്ടാണ് ഇങ്ങനെ പട്ടി വെളിയിൽ ഇട്ടിട്ട് പോകുന്നത്. ഇത് വെളിയിൽ ഇതല്ലേ ലോക്ക് ചെയ്തിട്ടാണ് പോണത് ഗേറ്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏത് കാറ്റഗറിയിൽപ്പെട്ട മനുഷ്യനാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ലെന്ന് പറയുകയാണ്. കാരണം ഒരു നിഗൂഢത മൊത്തം നിറഞ്ഞ ഒരു മനുഷ്യനാണ് അത്. കാരണം ഈ നമ്മുടെ ഹിന്ദിയിലൊരു ഫ്രേസ് പറയും, ഈ ആനയെ കുറിച്ച് പറയും, ദിഖാനേക്ക് ദാന്ത അല്ലെങ്കിൽ ഒരു ഖാനേക്ക ദാന്ത എന്ന് വെച്ചാൽ കാണിക്കാനായിട്ട് 2 പല്ല്, വലിയ പല്ല്, കഴിക്കാനായിട്ട് വേറൊരു പല്ല് എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ഒരു വൃത്തിയായിട്ടൊരു ചാപ്പാണ്. നമ്മളെ സ്നേഹമായിട്ട് എന്നറിയും വരുമ്പോഴത്തേക്കും വളരെ സ്നേഹമായിരിക്കും. അവിടെ പോകുമ്പോൾ എന്നറിയാ, ഈ ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്നറിയാം അവന് കൊടുക്കാത്ത പൈസ കൊടുക്കാത്തെന്ന് ചോദിച്ചിട്ട് അവളെ ഹറാസ് ചെയ്യും. അവളൊന്നും പറയില്ല. അവളെ അമ്മയടുത്താണ് പറഞ്ഞു. ഒരു പ്രാവശ്യം സങ്കടപ്പെട്ട് എവളെടുത്ത് പറഞ്ഞു. അത് എന്റെ അടുത്ത് പറയുന്നത് അവളെടുത്ത് പറഞ്ഞു. നേരത്തെ പറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് വളരെയധികം വേദന ഉണ്ടാകുന്ന വാക്കുകളാണ് പറഞ്ഞത്. അത് എവളെ ഞാൻ 2ാമത് കല്യാണം കഴിച്ചാണ് ഇവളെ അമ്മ പോയതിനു ശേഷം. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ വാക്ക് ഇതല്ലേ, എവിടെയോ കിടന്ന ഒരു സ്ത്രീയെയും ഒരു കൊച്ചിനെയും കൊണ്ട് ഭാര്യ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടിരിക്കുന്നത്.
എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് തുടങ്ങിയത്. അഴുക്ക് വൃത്തിയിട്ട വാക്കുകളാണ് പറഞ്ഞത്. അപ്പൊ ഒരു അധ്യാപകന്റെ ഗുണമൊന്നല്ല വിഷ്ണു കുടുംബ അവനും ബന്ധുക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇല്ല, അവനും ഇതല്ലേ ഈ കോമൺ സെൻസ് ഒട്ടുമില്ല. കോമൺ സെൻസും ഇല്ല, കോമൺ ആയിട്ടുള്ള ബ്രെയിനും ഇല്ല. ഞാൻ പുസ്തകം എപ്പോഴും പഠിച്ച് ഇതായതാണ്. ജനറൽ ആയിട്ടുള്ള ഒരു നോളജും ഇല്ല. ആരടുത്ത് എങ്ങനെ സംസാരിക്കുമെന്ന് പറഞ്ഞുകൂടാ. അവന്റെ അച്ഛനെയും ഇട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി അടുത്തുള്ള ട്രെൻഡികളെ ഇട്ട് സംസാരിക്കും, ആ ടോണിലേക്കൊക്കെ സംസാരിക്കും. എങ്ങനെയാ അൽമയും വിഷ്ണുവും തമ്മില് സ്നേഹത്തിലാകുന്നത്? അതായത് ഈ മോള് വന്നിട്ട് ഇവിടെ നാഷണൽ കോളേജില് ലിറ്ററേച്ചർ പഠിക്കാം BA പൊക്കോണ്ടിരുന്നു. BA കഴിഞ്ഞിട്ട് ഈ PGക്ക് 2ാമത്തെ വർഷം പോകുമ്പോഴാണ് എവിടെ ക്ലാസ്സിനാണ് പോകുന്നത്. ഈ എവളെ കണ്ടു, ഇവർക്ക് ഇഷ്ടം തോന്നി, സംസാരിച്ചിട്ടുണ്ടെന്നുള്ളതിനെ പൂർണ്ണമായിട്ട് എനിക്ക് തോന്നുന്നത്. അതായിട്ട് അവന്റെ അച്ഛനും ഇവനുമായിട്ട് വന്നിട്ട് സംസാരിച്ച് ചോദിച്ചു, അങ്ങനെയാണ് ഇതായത്. അപ്പോഴൊന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഈ വിഷ്ണുവിന്റെ ബന്ധുക്കളും നിങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാണ്? നല്ല കൂട്ടായിരുന്നു? നല്ല കൂട്ടായിരുന്നു. ഇപ്പോഴത്തെ മറ്റേ ഇതില്ലേ ഈ ചാനലിൽ സംസാരിച്ചോണ്ടെന്നല്ലേ ഒരാള്, അയാളുമായിട്ട് സംസാരിച്ചിട്ടില്ല ഞാൻ, ഒരു ബന്ധമല്ലേ. അയാൾ അച്ഛനോട്ട് സംസാരിക്കുന്നുണ്ട്, ഇയാളോട്ട് ഞാൻ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടേ ഇല്ല.